ഹായ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രേഡ് ഡീൽ ഈസ് എ ലോഞ്ച് പാഡ് ഫോർ ഗ്രോത്ത്, സെയ്സ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ. ദ ഡേഞ്ചർ ഓഫ് ആൻ അൺചെക്ഡ് പ്രീ-ക്രൈം ഫ്രെയിംവർക്ക്. Are workers' rights being eroded? India's invasive species present a dilemma, document or conserve. നമുക്ക് ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രേഡ് ഡീൽ ഈസ് എ ലോഞ്ച് പാഡ് ഫോർ ഗ്രോത്ത്, സെയ്സ് ബ്രിട്ടീഷ് PM. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യ ഒക്ടോബറിൽ വിസിറ്റ് ചെയ്തു. അതായത് ഈ മാസം വിസിറ്റ് ചെയ്യുണ്ടായി. അതായത് ഇന്ത്യ UK റിലേഷന്റെ ഒരു സിഗ്നിഫിക്കന്റ് മൊമെന്റ് ആയിരുന്നു. മാത്രമല്ല ജൂലൈ 2025 ഒരു കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വിസിറ്റ് നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിസിറ്റ് വഴി റിഫ്ലക്റ്റ് ആകുന്നതെന്ന് വെച്ചാൽ രണ്ട് നേഷന്റെയും എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് കോപ്പറേഷന്റെ സ്ട്രെങ്ത് അത് കൂട്ടണമെന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അണ്ടർ ബ്രോഡർ ഫ്രെയിംവർക്ക് ഓഫ് വിഷൻ 2035. ഈ ഒരു വിഷന്റെ കീ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ, അതായത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആദ്യമായിട്ടാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തോടൊപ്പം 100ഓളം വരുന്ന ഓണ്ടർപ്രണേഴ്സും കൾച്ചർ റെപ്രസെന്റേറ്റീവ്സും യൂണിവേഴ്സിറ്റി ലീഡേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മീറ്റിംഗിൽ. അതുപോലെ ഇന്ത്യ UK CET ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബിഗ്ഗസ്റ്റ് ഡീൽ സിൻസ് ബ്രിക്സിറ്റിന് ശേഷമുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഡീൽ ആയിട്ടാണ് ഈ ഒരു എഗ്രിമെന്റിനെ കണക്കാക്കുന്നത്. ഇത് സ്റ്റാമർ ആണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അതുപോലെ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഹൈലൈറ്റിംഗ് ഇറ്റ് സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ മോദിയും അതുപോലെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും ടു റിവ്യൂ പ്രോഗ്രസ് അണ്ടർ ദ കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, അതായത് വിഷൻ 2035 അക്രോസ് ട്രേഡ്, ടെക്നോളജി, ഡിഫൻസ്, എനർജി, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ഇതിലൊക്കെയാണ് പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു കഴിഞ്ഞത്. ഈ ഒരു എഗ്രിമെന്റിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് നോക്കാം. ട്രേഡ് ബൂസ്റ്റ് എക്സ്പെക്ടഡ് ടു റൈസ് ബൈലാറ്ററൽ ട്രേഡ് ബൈ 25.5 ബില്യൺ ആനുവലി ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഡബിൾ കൊമേഴ്സ് ബൈ 2030. ടാരിഫ് റിഡക്ഷൻ നോക്കുകയാണെങ്കിൽ UK ഓഫേഴ്സ് ഡ്യൂട്ടി ഫ്രീ ആക്സസ് ഓൺ 99.1% ഓഫ് ടാരിഫ് ലൈൻസ് ഇമ്മീഡിയറ്റ്ലി അപ്പോൺ എൻഫോഴ്സ്മെന്റ്. ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ബെനിഫിറ്റ്സ് ഫോർ ഇന്ത്യൻ എക്സ്പോർട്സിന്റെ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽസ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഫാർമസ്യൂട്ടിക്കൽസിലൊക്കെയാണ്. ഇനി UK എക്സ്പോർട്ടേഴ്സിന്റെ നോക്കുകയാണെങ്കിൽ സ്കോച്ച്, വിസ്കി, ഓട്ടോമൊബൈൽസ് ആൻഡ് അതർ ഹൈ വാല്യൂ ഗുഡ്സിലൊക്കെയാണ് അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ നെഗോഷിയേഷൻ ഫോർ എ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി അണ്ടർവേ. UK ഈസ് ഇന്ത്യ 6th ലാർജസ്റ്റ് ഇൻവെസ്റ്റർ. അതുപോലെ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി അതിന്റെ നെഗോഷിയേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുപോലെ UK ആണ് ഇന്ത്യയുടെ 6th ലാർജസ്റ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. മൊബിലിറ്റി ആൻഡ് സർവീസസ് നോക്കുകയാണെങ്കിൽ ഡബിൾ കോൺട്രിബ്യൂഷൻസ് കൺവെൻഷൻ DCC ഇന്ത്യൻ പ്രൊഫഷണൽസ് in the UK from double social security payments for up to 3 years. However, visa liberalization is not part of the agreement. Strategic and technological dimensions നോക്കുകയാണെങ്കിൽ വിഷൻ 2035 അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഗൈഡിംഗ് റോഡ് മാപ്പ് ഫോർ ഇന്ത്യ UK റിലേഷൻസ് വിത്ത് ഫോക്കസ് ഏരിയാസ് ഇൻക്ലൂഡിംഗ് ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്? ഡിഫൻസ് കോർപ്പറേഷൻ, ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ്, അതുപോലെ ക്ലൈമറ്റ് ആൻഡ് എനർജി പാർട്ട്ണർഷിപ്പ്, ഇതിനെയൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഡിഫൻസ് കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ജോയിന്റ് ഡെവലപ്മെന്റ് ആൻഡ് കോ പ്രൊഡക്ഷൻ അണ്ടർ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ്പ് 2025. ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് നോക്കുകയാണെങ്കിൽ കൊളാബറേഷൻ ഇൻ AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെമി കണ്ടക്ടേഴ്സ്, ക്രിട്ടിക്കൽ മിനറൽസ് ആൻഡ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ്. ക്ലൈമറ്റ് ആൻഡ് എനർജി പാർട്ട്ണർഷിപ്പ് നോക്കുകയാണെങ്കിൽ കോപ്പറേഷൻ ഇൻ ഗ്രീൻ ഫിനാൻസ്, റിന്യൂവബിൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതിലൊക്കെയാണ് വരുന്നത്. കൾച്ചർ ആൻഡ് സോഫ്റ്റ് പവർ എൻഗേജ്മെന്റ് നോക്കുകയാണെങ്കിൽ സ്ട്രെങ്തനിങ് കൾച്ചർ ടൈസ് ടു സിനിമ വഴി, അതായത് യഷ്രാജ് ഫിലിംസ് ടു പ്രൊഡ്യൂസ് 3 ബോളിവുഡ് മൂവീസ് ഇൻ ദ UK ഫ്രം 2026. പ്രൊമോട്ടിംഗ് ഫിലിം ആൻഡ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രി കൊളാബറേഷൻ. അതുപോലെ അക്കാഡമിക് ആൻഡ് പീപ്പിൾ ടു പീപ്പിൾ ലിങ്ക്സ് ടു ബി എക്സ്പാൻഡഡ് ത്രൂ യൂണിവേഴ്സിറ്റി പാർട്ണർഷിപ്പ് ആൻഡ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്. അത് സിനിമ വഴി അതുപോലെ അക്കാഡമിക്സ് ഒക്കെ വഴിയാണ് ഈ കൾച്ചർ ആൻഡ് സോഫ്റ്റ് പവർ എൻഗേജ്മെന്റിനെ ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജിയോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എഗ്രിമെന്റ്സ് അലൈൻസ് വിത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ്സ് ഏതൊക്കെയാണ്? എക്സ്പാൻഡിങ് ട്രേഡ് നെറ്റ്വർക്ക്,
ഏതാണ് ഫോളോയിങ് എഗ്രിമെന്റ്സ് എന്താണ്? ഇന്ത്യ EFTA TEPA എഗ്രിമെന്റ്, ഇന്ത്യ EU FTA എഗ്രിമെന്റ്. ഇതിന്റെ നെഗോഷിയേഷൻ നടക്കുകയാണ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒക്ടോബറിൽ എന്താണ് എഫക്റ്റീവ് ആയിട്ട് വരും. റിഫ്ലക്ട് ചെയ്യുന്ന എന്താണ്? റിഫ്ലക്ട് എ ഷിഫ്റ്റ് ടുവേർഡ്സ് ഡൈവേഴ്സിഫൈഡ് ഗ്ലോബൽ ട്രേഡ് പാർട്ട്ണർഷിപ്പ്. ഒരു ഗ്ലോബൽ ട്രേഡ് പാർട്ട്ണർഷിപ്പിലേക്കുള്ള ഒരു ഷിഫ്റ്റ്, അതാണ് ഇതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നത്. ജിയോപൊളിറ്റിക്കൽ റീഅലൈൻമെന്റ്സ് ആൻഡ് എക്കണോമിക് ബ്ലോക്ക് ഫോർമേഷൻസ് പൊസിഷൻ ബോത്ത് ഇന്ത്യ ആൻഡ് UK ആസ് എ key partners in shaping a resilient technology driven global economic order. UPC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2-ലാണ് വരുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ്. അതുപോലെ GS പേപ്പർ 3-ല് എക്കോണമി, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഈ ഭാഗങ്ങളിലാണ് വരുന്നത്. അതിനകത്ത് തീംസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ? ഇന്ത്യ UK ബൈലാറ്ററൽ റിലേഷൻസ്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, എക്കണോമിക് ഡിപ്ലോമസി, ഇതൊക്കെയാണ് വരിക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ദ ഡേഞ്ചർ ഓഫ് ആൻ അൺചെക്ഡ് പ്രീ ക്രൈം ഫ്രെയിംവർക്ക്. ഈ ന്യൂസിൽ പറയുന്നത് ധന്യ M വിസസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതായത് കാപ്പ ആക്ടിന്റെ അണ്ടറിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്താണ് സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്യാണ് ഈ ഒരു കേസിൽ. അതായത് സുപ്രീം കോടതി പറയുന്നത് ഇതൊരു എക്സ്ട്രാ ഓർഡിനറി പവർ ആണ്, അപ്പൊ എല്ലാ കേസുകളിലേക്കും ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അതായത് നമ്മളുടെ നിലവിലെ ലിബർട്ടിക്കും ഡ്യൂ പ്രോസസ്സിനും എന്താണ് കൊളോണിയൽ റൂൾ ആയിട്ടുള്ള പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഒരു ചലഞ്ച് ആണോ എന്നാണ് ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. എന്താണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ? അതായത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് ഒരാള് ട്രയൽ പോലും ചെയ്യാതെ ആളെ ജയിലിൽ പിടിച്ചിടുന്നത്. അതായത് ഫ്യൂച്ചറിൽ അയാള് എന്തെങ്കിലും ക്രൈമിൽ കമ്മിറ്റ് ചെയ്താലോ എന്ന് കരുതിയിട്ട് ആളെ പിടിച്ച് ജയിലിലാക്കുന്നതാണ് ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ആർട്ടിക്കിൾ 22 ക്ലോസ് 3(7) ഇതിലാണ് വരുന്നത്. It allows Parliament and state legislatures to enact laws for preventive detention for reasons related to security of the state, public order or maintenance of essential supplies and services. അതുപോലെ the maximum detention period എന്ന് പറയുന്നത് എന്താണ്? Without the parliamentary approval is 3 months ആണ്. ജുഡീഷ്യൽ സ്റ്റാൻഡ് ആൻഡ് കീ ജഡ്ജ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് AK ഗോപാലൻ വിസസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് 1950-ലെ കേസാണ്. ഈ കേസിൽ വരുമ്പോൾ എന്താണ്? ആർട്ടിക്കിൾ 14, 19, 21 ഇതിനെയൊക്കെയാണ് എന്താണ് ഈ ഒരു ആക്ട് വഴി ചലഞ്ച് ചെയ്യുന്നത്. അതായത് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് കണ്ടെയ്ൻഡ് കോഡ് ഓൺ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നാണ് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തേക്കുന്നത്. മനേകാ ഗാന്ധി വിസസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978-ലെ കേസ് നോക്കുകയാണെങ്കിൽ expanded Article 21 to include fair, just and reasonable due process integrating Articles 14, 19 and 21. The golden triangle of fundamental rights എന്നാണ് ഈ 3 ആർട്ടിക്കിളിനെ പറയുന്നത്. അതുപോലെ AK റോയ് വിസസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1982 നോക്കുകയാണെങ്കിൽ ഈ കേസിൽ എന്താണ്? Despite Maneka Gandhi, the court excluded preventive detention from the broader interpretation of due process, maintaining its exceptional status. Rega vs. State of Tamil Nadu 2011-ലെ കേസ്, അതുപോലെ ബംഗാ സ്നേഹ ഷീല വിസസ് സ്റ്റേറ്റ് ഓഫ് തെലങ്കാന 2021-ലെ കേസ്, ഈ രണ്ട് കേസിലും എന്താണ്? Reaffirmed that preventive detention is an exception to Article 21, permissible only in exceptional circumstances. ധന്യ M വിസസ് സ്റ്റേറ്റ് ഓഫ് കേരള 2025-ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Preventive detention cannot be used as a substitute for criminal prosecution or to circumvent bail orders. Clarified the detention between law and order and public order, the latter being the only legitimate ground for preventive detention. Critic and constitutional concerns, അതായത് ബർമുഡ ട്രയാങ്കിൾ ഓഫ് റൈറ്റ്സ് ആർട്ടിക്കിൾ 22 ക്ലോസ് 3 to 7 ഈ ഒരു ആർട്ടിക്കിളിലാണ് എന്ത് ഈ പറഞ്ഞ പ്രിവെന്റീവ് ഡിറ്റൻഷൻ വരുന്നത്. അതായത് ബർമുഡ ട്രയാങ്കിൾ വേർ ലിബർട്ടി, ഇക്വാലിറ്റി, ഡ്യൂ പ്രോസസ് ഈ ഒരു ഇതിൽ എന്താണ് വാനിഷ് ആയി പോകുന്നു എന്നാണ് പറയുന്നത്. കൊളോണിയൽ ലെഗസി നോക്കുകയാണെങ്കിൽ ട്രേസസ് ബാക്ക് ടു ദ ബംഗാൾ റെഗുലേഷൻ ഓഫ് 1880 ആൻഡ് ലെറ്റർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബോത്ത് ഡിസൈൻഡ് ഫോർ എന്ത് കൊളോണിയൽ കൺട്രോൾ, നോട്ട് ഡെമോക്രാറ്റിക് ഗവർണൻസ്. കൊളോണിയൽ കൺട്രോളിന് വേണ്ടിയിട്ടാണ്, ഡെമോക്രാറ്റിക് ഗവർണൻസിന് വേണ്ടിയിട്ടല്ല. ഓവർബ്രെഡ് ഇൻ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? സ്റ്റേറ്റ് ലോസ് ലൈക്ക് കാപ്പ ആൻഡ് NSA എന്താണ് 1980-ലുള്ളത് കവർ വൈഡ് കാറ്റഗറീസ് സച്ച് ആസ് ഗുണ്ടാസ് ഓർ റൗഡീസ് ഓഫൺ ലീഡിങ് ടു എക്സിക്യൂട്ടീവ് ഓവർറീച്ച്. അതായത് ഈ കാപ്പയാണെങ്കിലും NSA ഒക്കെ ആണെങ്കിലും ഗുണ്ടാസിനും അതുപോലെ റൗഡീസ് ഇവരുടെ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടുകളാണ്. ജുഡീഷ്യൽ ഇൻകൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ എന്താണ്? വൈൽ കോർട്സ് റെക്കഗ്നൈസ് ലിബർട്ടി ആസ് എന്ത് പാരമൗണ്ട്, പ്രിവെന്റീവ് ഡിറ്റൻഷൻ റിമെയിൻസ് routinely invoked, diluting its exceptional nature.
ലാക്ക് ഓഫ് പ്രൊസീജിയർ സേഫ് ഗാർഡ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഡിറ്റൻഷൻ ആർ ബേസ്ഡ് ഓൺ ദ സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് അതോറിറ്റീസ്, ലിമിറ്റിംഗ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ക്രിയേറ്റിംഗ് സ്കോപ്പ് ഫോർ മിസ്യൂസ് അഗെയിൻസ്റ്റ് ഡിസെൻഡേഴ്സ് ഓർ പ്രൊട്ടസ്റ്റേഴ്സ്. ഈ ന്യൂസ് UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 വരുന്നത്, അതായത് പൊളിറ്റി ആൻഡ് ഗവർണൻസ് ഭാഗത്തൊക്കെയാണ്. അതുപോലെ ഇതൊരു മെയിൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ആർ വർക്കേഴ്സ് റൈറ്റ്സ് ബീങ് ഇറോഡഡ്? ഈ ന്യൂസിൽ എന്താ പറയുന്നത്, ഒരു സീരീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് 2025 നടന്നതിനെ പറ്റിയിട്ടാണ്. അതായത് ജൂൺ 30 എന്താണ്, സിഗാച്ചി ഇൻഡസ്ട്രീസ് റിയാക്ടർ എക്സ്പ്ലോഷൻ ഇൻ തെലങ്കാന, അത് ജൂൺ 30 നടന്നത്. ഗോകുലേഷ് ഫയർ വർക്ക്സ് ബ്ലാസ്റ്റ് ഇൻ തമിഴ്നാട് ജൂലൈ 1 നടന്നത്. ഇന്നൂർ തെർമൽ പവർ സ്റ്റേഷൻ കൊളാപ്സ് ഇൻ ചെന്നൈ, അത് സെപ്റ്റംബർ 30 നടന്നത്. ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് ആണ് നടന്നിട്ടുള്ളത്. ഇത് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, ക്രോണിക് നെഗ്ലക്ട് ഓഫ് വർക്ക് പ്ലേസ് സേഫ്റ്റി. അതായത് നമ്മൾ ഇനി ഇൻഡസ്ട്രിയൽ റെഗുലേഷൻസും എൻഫോഴ്സ്മെന്റും എംപ്ലോയർ അക്കൗണ്ടബിലിറ്റി ഒക്കെ എന്താണ്, ഇതൊക്കെ ഫെയിലുവർ ആണ്, ഇതൊക്കെ എന്താണ് ഇംപ്രൂവ് ചെയ്യണമെന്നാണ് ഈ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് വഴി വ്യക്തമാകുന്നത്. സ്കെയിൽ ഓഫ് ദ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ എന്താണ്, അക്കോർഡിംഗ് ടു ദ ബ്രിട്ടീഷ് സേഫ്റ്റി കൗൺസിൽ, ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ നിയർലി 1/4 ഓഫ് ആൾ ഫേറ്റൽ വർക്ക് പ്ലേസ് ആക്സിഡൻസ് വേൾഡ് വൈഡ്. അതുപോലെ എന്താണ്, ദിസ് ഫിഗർ ഈസ് അണ്ടർഎസ്റ്റിമേറ്റഡ് ഡ്യൂ ടു വൈഡ് സ്പ്രെഡ് അണ്ടർ റിപ്പോർട്ടിംഗ്, എസ്പെഷ്യലി എമംഗ് കോൺട്രാക്ട് ആൻഡ് ഇൻഫോർമൽ വർക്കേഴ്സ് വിത്ത് നോ ലീഗൽ പ്രൊട്ടക്ഷൻ ഓർ രജിസ്ട്രേഷൻ. ലീഗൽ പ്രൊട്ടക്ഷനോ രജിസ്ട്രേഷനോ ഒന്നും ഇല്ല. മോസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആർ എന്ത്, പ്രിവെന്റബിൾ ആണ്, കോസ്ഡ് ബൈ പുവർ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, ഒബ്സൊലൂട്ട് എക്യുപ്മെന്റ്, വീക്ക് റെഗുലേറ്ററി ഓവർസൈറ്റ്. ഇതൊക്കെയാണ് എന്ത്, മോസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഇൻഡസ്ട്രിയൽ ആക്സിഡൻസിന്റെ ഒക്കെ കാരണം. കോസസ് ഓഫ് വർക്ക് പ്ലേസ് ആക്സിഡന്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, നെഗ്ലിജൻസ് ആൻഡ് കോസ്റ്റ് കട്ടിംഗ് ബൈ എംപ്ലോയേഴ്സ്, ഔട്ട്ഡേറ്റഡ് മെഷീനറി, അതുപോലെ എന്താണ് പുവർ മെയിൻ്റനൻസ്, ലാക്ക് ഓഫ് അലാറംസ് ഓർ സേഫ്റ്റി ഓഡിറ്റ്സ്. ഇതൊക്കെ എന്താണ് ഈ ഒരു ആക്സിഡൻസിനൊക്കെ കാരണമാണ്. സേഫ്റ്റി ഓഫീസേഴ്സ് ഓഫൺ ആബ്സെന്റ് ഓർ അൺട്രെയിൻഡ്, വർക്കേഴ്സ് ഓപ്പറേറ്റ് വിത്തൗട്ട് പ്രൊട്ടക്റ്റീവ് ഗിയർ. അതുപോലെ വീക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓവർസൈറ്റ് നോക്കുകയാണെങ്കിൽ മിസ്സിംഗ് ഇൻസൈറ്റ് എമർജൻസി സർവീസസ്, ഇൻകംപ്ലീറ്റ് വർക്കർ റെക്കോർഡ്സ് ഇൻഡിക്കേറ്റ് യൂസ് ഓഫ് അൺരജിസ്റ്റേർഡ് ലേബർ. ഈ ഒരു അൺരജിസ്റ്റേർഡ് ലേബർ അതും എന്താണ് ഈ പറഞ്ഞ ഇൻസിഡൻസിനൊക്കെ കാരണമാണ്. കൃത്യമായിട്ടുള്ള സേഫ്റ്റി കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ഈ പറഞ്ഞ സേഫ്റ്റി കൺട്രോളർ ഇവരുടെ കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കറപ്ഷൻ ആൻഡ് കൊളിഷൻ ഡൈല്യൂട്ട് ഫാക്ടറി ഇൻസ്പെക്ഷൻസ്. അതുപോലെ ഹ്യൂമൻ എറർ ആസ് എ മാനേജ്മെന്റ് എക്സ്ക്യൂസ്. അതായത് എംപ്ലോയേഴ്സ് ഓഫൺ ബ്ലെയിം ഹ്യൂമൻ എറർ വൈൽ ദ റിയൽ കോസ് ഈസ് ഓവർ വർക്കും ലോങ് അവേഴ്സ് വർക്കും അതുപോലെ ഇന്നാഡിക്വേറ്റ് റെസ്റ്റും ഒന്നും ഇല്ലാത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെയുള്ള കാരണം. ആൻഡ് അൺസേഫ് വർക്കിംഗ് കണ്ടീഷൻസ്. ഇതിനൊരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫാക്ടറീസ് ആക്ട് 1881 ഇതാണ് എന്ത്, ഫസ്റ്റ് കൊളോണിയൽ അറ്റംപ്റ്റ് ടു റെഗുലേറ്റ് ഇൻഡസ്ട്രിയൽ വർക്കിംഗ് കണ്ടീഷൻസ്. അതുപോലെ ഫാക്ടറീസ് ആക്ട് 1948 ഇതിൽ എന്താ പറയുന്നത്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഫൗണ്ടേഷൻ ഓഫ് ലേബർ സേഫ്റ്റി, അഡ്രസ്സിംഗ് ലൈസൻസിങ്, അതുപോലെ എക്യുപ്മെന്റ് മെയിൻ്റെനൻസ്, വർക്കിംഗ് ഹവേഴ്സ്, വെൽഫെയർ ഫെസിലിറ്റീസ്. ഇതൊക്കെയാണ് ഈ ഒരു ആക്ടിൽ കൊണ്ടുവന്നത്. അതുപോലെ എന്താണ് അമെൻമെന്റ്സ് ഇൻ 1976 ആൻഡ് 1987 strengthened in the safety provisions and introduced new rules on hazardous process. അതുപോലെ കോമ്പൻസേഷൻ മെക്കാനിസംസ് നോക്കുകയാണെങ്കിൽ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923 ആൻഡ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 ഇതെന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, മോണിറ്ററി റിലീഫ് ഫോർ ഇഞ്ചുറി, ഡിസബിലിറ്റി ഓർ ഡെത്ത്. അതുപോലെ എന്താണ് കണ്ടംപററി ലേബർ റിഫോംസ് നോക്കുകയാണെങ്കിൽ ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2020 intended to consolidate 13 ലേബർ ലോസ് ഇൻക്ലൂഡിംഗ് ദ ഫാക്ടറീസ് ആക്ട്. കറണ്ട് ചലഞ്ചസ് ഒക്കെ എന്താണ്, വീക്കെൻഡ് എൻഫോഴ്സ്മെന്റ്, അതായത് ലേബർ ഡിപ്പാർട്ട്മെന്റ്സ് അണ്ടർ സ്റ്റാഫ്ഡ്, അതുപോലെ ഇൻസ്പെക്ഷൻ റീപ്ലേസ്ഡ് ബൈ വോളണ്ടറി കംപ്ലൈൻസ്. ഇൻഫോർമലൈസേഷൻ ഓഫ് ലേബർ നോക്കുകയാണെങ്കിൽ എന്താണ്, ഓവർ 80% ഓഫ് ഇന്ത്യസ് വർക്ക് ഫോഴ്സ് ഈസ് ഇൻഫോർമൽ ആണ് വിത്ത് ലിറ്റിൽ ആക്സസ് ഓഫ് സേഫ്റ്റി ബെനിഫിറ്റ്സ്. ഇറോഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി, അതുപോലെ നെഗ്ലക്ട് ഓഫ് പ്രിവെന്റീവ് മെഷേഴ്സ്. ഇതൊക്കെ എന്താണ് നിലവിലെ ചലഞ്ചസ് ഒക്കെയാണ്. ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ ഇൻസിഡൻസ് ഒക്കെ കൂട്ടാൻ കാരണമാകുകയാണ്. ഈ ന്യൂസ് GS പേപ്പർ 2, 3, 4 വരുന്നത്. ഈ ഭാഗങ്ങൾ നോക്കുക. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്, ഇതും വർക്ക്ഔട്ട് ചെയ്യാം. ഇന്ത്യസ് ഇൻവാസീവ് സ്പീഷീസ് പ്രസന്റ് ഡൈലീമ ഡോക്യുമെന്റ് ഓർ കൺസേർവ്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ ഏലിയൻ സ്പീഷീസിനെയൊക്കെ പറ്റിയിട്ടാണ്. അതായത് നമ്മളുടെ നോൺ നേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അനിമൽസ്, ഇൻസെക്ട്സ് ഒക്കെ എന്താണ് നമ്മളുടെ
എക്കോസിസ്റ്റത്തിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നു, അതുപോലെ ബയോഡൈവേഴ്സിറ്റിയെ ത്രട്ടൺ ചെയ്യുന്നു, നമ്മുടെ ലാൻഡ്സ്കേപ്പിനെ തന്നെ അലർട്ടിങ് ചെയ്യാണ്. അതാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഇൻവാസീവ് ഏലിയൻ സ്പീഷ്യസ് എന്ന് പറയുന്നത്? ഇതൊരു നോൺ നേറ്റീവ് സ്പീഷ്യസ് ആണ്. അതായത് ചിലപ്പം ഓർണമെന്റൽ ട്രേഡ് അതുവഴി, അല്ലെങ്കിൽ റീഫോറസ്റ്റേഷൻ ഓർ സോയിൽ സ്റ്റെബിലേഷൻ പ്രോജക്റ്റ്, ആക്സിഡന്റൽ ഇൻട്രൊഡക്ഷൻ ത്രൂ ട്രേഡ്, ഇതൊക്കെ വഴിയായിരിക്കും ഈ പറഞ്ഞ ഒരു പുതിയൊരു സ്പീഷ്യസ്, ഒരു ഫോറിൻ സ്പീഷ്യസ് വരുന്നത്. ഇതൊരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ഇത് കാരണം എന്താണ്, ഇത് സ്പ്രെഡ് ആവുകയൊക്കെ ചെയ്ത് ഹാം ടു ദ എൻവയോൺമെന്റ്, എക്കോണമി, ഹ്യൂമൻ ഹെൽത്ത്, ഇതിലൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഗ്ലോബൽ ആൻഡ് ഇന്ത്യൻ സിനേറിയോ നോക്കുകയാണ്. ഗ്ലോബലി അറൌണ്ട് 37,000 എസ്റ്റാബ്ലിഷ്ഡ് ഏലിയൻ സ്പീഷ്യസ്. അതുപോലെ ഇന്ത്യസ് ഹോസ്റ്റ് അബൌട്ട് 139 ഇൻവേസീവ് സ്പീഷ്യസ്, മോസ്റ്റ്ലി insect pets of crops with the other affecting forest, grasslands and freshwater ecosystems. 622 alien aquatic species has been documented in India, mainly due to the aquarium trade, aquaculture and sport fishing. ഇതിന്റെ മേജർ എക്സാമ്പിൾസും അതിന്റെ എക്കോളജിക്കൽ ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ലാന്റന ക്യാമറ എന്ന് പറഞ്ഞാൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു ഓർണമെന്റൽ ഷ്രബ് ആയിട്ടാണ് ബ്രിട്ടീഷ് പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. നൗ സ്പ്രെഡ് അക്രോസ് ഇന്ത്യസ് ഫോറസ്റ്റ്, എസ്പെഷ്യലി ഇൻ എലിഫന്റ് ഹാബിറ്റാറ്റ്സ്. പ്രൊസോഫീസ് ജൂലിഫ്ലോറ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1960s 70s ഈ ഒരു ടൈമിലാണ്. സോയിൽ സലൈനിറ്റി ഇൻ ഗുജറാത്ത് ബന്നി ഗ്രാസ്ലാൻഡ് ഇപ്പൊ 50-60% ആണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ വാട്ടർ ഹയസിൻത് നോക്കുകയാണെങ്കിൽ ലിസ്റ്റഡ് അമംഗ് ദ വേൾഡ്സ് 10 worst invasive species. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ക്രൈസി ആൻഡ് റെഡ്യൂസസ് പോപ്പുലേഷൻ ഓഫ് നേറ്റീവ് ആൻഡ്സ് ദാറ്റ് നാച്ചുറലി കൺട്രോൾ ക്രോപ്പ് പെറ്റ്സ്, ഇൻഡയറക്ട്ലി അഫക്റ്റിംഗ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ പുവർ ഡോക്യുമെന്റേഷൻ ആണ്. മോസ്റ്റ് ഇൻവേസീവ് സ്പീഷ്യസ് ഇൻ ഇന്ത്യ ലാക്ക് ഡീറ്റെയിൽഡ് ഇൻവേഷൻ ഹിസ്റ്ററീസ്, ഡിസ്ട്രപ്ഷൻ മാപ്സ് ഓർ ഇമ്പാക്ട് സ്റ്റഡീസ്, ഫ്രാഗ്മെന്റഡ് റിസർച്ച്. സ്റ്റഡീസ് ആർ ഓഫൺ സ്പീഷ്യസ് സ്പെസിഫിക്, നോട്ട് എക്കോസിസ്റ്റം വൈഡ്. ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ സയന്റിസ്റ്റ്, പോളിസി മേക്കേഴ്സ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ലിമിറ്റഡ് റിസോഴ്സ് അടുത്തത് വരുന്ന ചലഞ്ച് എന്ന് പറയുന്നത്, അതായത് ഇൻസഫിഷ്യന്റ് ഫണ്ട്സ്, അതുപോലെ മാൻ പവർ ഫോർ ഇറാഡിക്കേഷൻ ഓർ കണ്ടിന്യൂസ് മോണിറ്ററിംഗ്. അടുത്ത വരുന്ന ചലഞ്ച് പോളിസി ആൻഡ് ലീഗൽ ഗ്യാപ്സ് ആണ്. അതായത് ഇന്ത്യസ് ലാക്ക് കോംപ്രഹെൻസീവ് നേഷൻ ഇൻവേസീവ് സ്പീഷ്യസ് പോളിസി. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. ഈ ന്യൂസ് GS പേപ്പർ 3ലും 2ലും ആണ് വരുന്നത്. GS പേപ്പർ 3ൽ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി പാർട്ടിലും, GS പേപ്പർ 2ൽ പോളിസി, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം, ഈ ഭാഗങ്ങളിലൊക്കെയാണ്. പ്രിലിംസ് റിലവൻസ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, താങ്ക് യു.